ഹായ് ഗേസ്, പിലു വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ മുന്നിൽ വരുന്നത് നമ്മുടെ ഒരു ചെറിയൊരു ദുബായ് ട്രിപ്പാണ് കേട്ടോ. ആ യാത്രയിൽ നമ്മൾ കണ്ട ദുബായ് മാളും പിന്നെ ബുർജ് ഖലീഫയും ദുബായ് മാളിൽ എന്തൊക്കെയാണ് കാണാനുള്ളതും എന്നതിനെക്കുറിച്ചാണ് കേട്ടോ ഈ വീഡിയോ മുഴുവനായി കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രൗഢിയുടെ കാര്യത്തിലും ആഡംബരത്തിൻ്റെ കാര്യത്തിലും ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ മുൻപന്തിയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടെ ദുബായ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ദുബായിൽ. ഒട്ടനവധി ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദുബായ് മാള്. ഡൗൺ ടൗൺ ദുബായ് എന്നാണ് കേട്ടോ നമ്മുടെ ദുബായ് മാൾ ഇരിക്കുന്ന സ്ഥലത്തിന് പറയുന്നത്. ദുബായ് മാളിൽ കണ്ടിരിക്കേണ്ട ഫസ്റ്റ് ഒന്നാണ് കേട്ടോ അക്വ അണ്ടർ വാട്ടർ സൂ. ഇതിലേക്കുള്ള എൻട്രി ഫീ വരുന്നത് 299 ദിർഹംസ് കേട്ടോ പെർ ഹെഡാണ് കേട്ടോ അകത്തേക്ക്. ബിലാൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര വലിയ ഫിഷിനൊക്കെ ഇവിടെ വന്നിട്ട് കാണുന്നത്. പാപ്പച്ചി ഫിഷ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കാര്യമായിട്ട് കാണാനുള്ളത് ഒന്ന് ഷാർക്ക്, പിന്നെ തിരണ്ടി, പിന്നെ നമ്മൾ കടലിലുള്ള എല്ലാ വൈവിധ്യമാർന്ന മത്സ്യങ്ങളും നമുക്കിതിൽ കാണാം കേട്ടോ. അത്രക്കും ഇവിടെ നമുക്ക് കാണാനുണ്ട്. ലോകരാഷ്ട്ര പട്ടികയിൽ തന്നെ 2ാം സ്ഥാനത്താണ് കേട്ടോ ദുബായ് മാള് വരുന്നത്. അപ്പം തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇവരെന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നതെന്ന്. അതിൽ നമുക്ക് രണ്ടാമത് മെയിനായിട്ട് നമുക്ക് കാണാനുള്ളത് മ്യൂസിക് ഫൗണ്ടൻ്റ് കേട്ടോ. മ്യൂസിക് ഫൗണ്ടൻ്റ്, പിന്നെ വരുന്നത് ദുബായ് ഡൈനോ എന്ന് പറഞ്ഞിട്ടൊന്ന് വരുന്നുണ്ട്, പിന്നൊരു ഹ്യൂമൻ വാട്ടർ ഫാളാട്ടോ, പിന്നെ വരുന്നത് ബുർജ് ഖലീഫ. ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ പ്രധാനമായിട്ട് നമുക്കിന്ന് കാണാനുള്ളത്. മാളിനകത്തെ മറ്റൊരു കാഴ്ചയാണ് കേട്ടോ ഹ്യൂമൻ വാട്ടർ ഫാള്. അതായത് ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ത്രില്ലാണ് കേട്ടോ. അത്രയും ടെക്നോളജിയാണ്. മാളിനകത്ത് 1000-ൽ പരം ഷോപ്പുകളുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നമ്മൾ അടുത്തതായി പോകുന്നത് നമ്മളിവിടെ മെയിനായിട്ട് കാണേണ്ട ബുർജ് ഖലീഫ തേടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോരാളോട് ചോദിച്ച് പോകണം. നമ്മൾ ഫസ്റ്റ് ടൈം പോകുന്നതുകൊണ്ട് നമുക്ക് വലിയ കാര്യമായ ഐഡിയ ഒന്നും. അപ്പോൾ ഗേസ്, നമ്മൾ തേടി നടന്ന സാധനം ഇതാ നമ്മളെ കൺമുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. നമ്മളൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ബുർജ് ഖലീഫ കാണുന്നത്. അതും ഈ നൈറ്റിൽ ഇത്രയും ക്രൗഡായ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലും, അതും വിത്ത് ലേസർ
ലൈസർ ഷോയോട് കൂടിയിട്ടാണ് കേട്ടോ. അത് ഒരു സമയത്ത് അവർ ലൈസർ ഷോ ഉണ്ടാകും കേട്ടോ. ഈ ഒരു സമയത്ത് നൈറ്റ് ഒരു 7 മണി ആ ഒരു ഇടയിൽ ഒരു ലൈസർ ഷോ ഉണ്ടാവും അവിടെ. ദുബായിൽ വന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് കേട്ടോ, ഒന്ന് ബുർജ് ഖലീഫ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നമ്മളത് കണ്ടു. നമ്മളതിൻ്റെ ചോട്ടിൽ നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തു, വീഡിയോ എടുത്തു. മോനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമായിട്ട് കാണാം. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു ആഡംബര സൗധമാണ് കേട്ടോ നമ്മുടെ ബുർജ് ഖലീഫ. 160 നിലകളിലാണ് കേട്ടോ അത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരീസിലെ ഈവിൾ ടവറിൻ്റെ 3 ഇരട്ടി വലിപ്പം വരും കേട്ടോ. നമ്മളിവിടെ കുറച്ച് വെയിറ്റ് ചെയ്യണം കേട്ടോ. വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വാട്ടർ ഡാൻസ് ഇപ്പോൾ തുടങ്ങും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ തോനെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. കാണാം. ബായ്.